നമ്മൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൽ ഇപ്പോൾ പ്രൊജക്റ്റൊക്കെ ഒരുപാട് മുന്നോട്ടെത്തി. നമ്മളിനി ക്ലയൻ്റായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ്, എനിക്ക് ഈ ഒരു വേർഷൻ പോരാ, കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ട് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ക്ലയൻറ്റ് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതും ഇംപ്ലിമെൻ്റ് ചെയ്തു. വീണ്ടും ക്ലയൻറ്റിനെ കാണാൻ പോയി. അപ്പോൾ ക്ലയൻറ്റ് പറയണ, വേണ്ട, എനിക്ക് പഴയ വേർഷൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ പ്രൊജക്റ്റിൽ അപ്പോൾ എന്ത് ചെയ്തു, കോഡൊക്കെ മാറ്റി പുതിയ കോഡാക്കി. നമുക്കിനി എന്ത് ചെയ്യണം, ക്ലയൻറ്റ് പറഞ്ഞ പോലെ പഴയ വേർഷനിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഇപ്പം നോർമൽ വേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ എഴുതിയ കോഡ് മുഴുവൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും പഴയ കോഡ് ആദ്യം മുതൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രൊജക്റ്റിൽ വരുത്തുന്ന ഓരോ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇടയിൽ വെച്ചിട്ട് ഇപ്പോൾ പഴയൊരു വേർഷനിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ചെക്ക് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ചെക്ക് പോയിന്റ്, അതിനെ കമ്മിറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കമ്മിറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അത് പഴയൊരു വേർഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് തരുന്ന ഒരു ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. സോ ഇനി ഗിറ്റബ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ സെർവറാണ്. അതായത് നമ്മുടെ പ്രൊജക്റ്റിന്റെ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർവറാണ് ഗിറ്റബ് എന്ന് പറയുന്നത്. സോ ഗിറ്റബിൽ നമ്മളൊരു പ്രൊജക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു റെപ്പോസിറ്ററി എന്നാണ് പറയുക. നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഗിറ്റബിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോൾഡറിന്റെ പേര് റെപ്പോസിറ്ററി എന്നാണ്. സോ റെപ്പോസിറ്ററിയിലാണ് നമ്മളുടെ പ്രൊജക്റ്റിന്റെ ഫയൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാം. സോ നമുക്കിനി ഗിറ്റബിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമുക്ക് കോഡ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഗിറ്റബ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ github.com എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ വരാം. ഇതിൽ ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. സിമ്പിളാണ് സ്റ്റെപ്സ്. അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഗിറ്റബിൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഓരോ പ്രൊജക്റ്റും ഓരോ റെപ്പോസിറ്ററിയിലാണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു റെപ്പോസിറ്ററി പറയുമ്പോൾ ഒരു ഫോൾഡർ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ന്യൂ പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെപ്പോസിറ്ററി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഇവിടെ നമുക്ക് റെപ്പോസിറ്ററിയുടെ നെയിം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഗിറ്റ്ഹബ് ലെസൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് വരുന്നത് ഈ ഒരു റെപ്പോസിറ്ററി പബ്ലിക് ആവണോ പ്രൈവറ്റ് ആവണോ. പബ്ലിക് ആണെങ്കിൽ എല്ലാവർക്കും കാണാം, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെപ്പോസിറ്ററി നമുക്ക് ക്രിയേറ്റ് ആവും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു റെപ്പോസിറ്ററി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ക്ലോൺ ചെയ്യണം. അതായത് ഇപ്പോൾ ഈ റെപ്പോസിറ്ററി ഇരിക്കുന്നത് ഗിറ്റബിൻ്റെ സെർവറിലാണ്. ഇത് ഓൺലൈൻ ആയിട്ടുള്ളൊരു സെർവറാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്കും ഈ ഒരു റെപ്പോസിറ്ററി ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോൺ ചെയ്യാന്ന് പറയും. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലിങ്കാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് കോപ്പി ആവും. സോ ഇതിന് ശേഷം നമ്മൾ ഗിറ്റബ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഗിറ്റബ് ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. സോ ഇൻസ്റ്റാളേഷന് ശേഷം നമ്മൾ ഈ ഒരു ഗിറ്റബ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യാം. സോ നമ്മുടെ ഗിറ്റബ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലോൺ റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത URL ഇല്ലേ, നമ്മളിവിടെ URL അല്ലേ കോപ്പി ചെയ്ത്, അപ്പോൾ ഇവിടെ URL ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ജസ്റ്റ് നമ്മുടെ URL പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ URL വരും. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലോൺ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിറ്റബ് സെർവറിലുള്ള ആ ഒരു റെപ്പോസിറ്ററി നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലോൺ ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഫയൽസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് പുതിയ വേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഇൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെപ്പോസിറ്ററി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ പൈത്തൺ ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ lesson.py. ഇനി നമ്മുടെ ഗിറ്റബിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഈ ഒരു ഫയല് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ചെയ്യുന്ന എല്ലാ ചേഞ്ചസും ഗിറ്റബ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫയലല്ലേ ക്രിയേറ്റ് ചെയ്ത്, ആ ഒരു സംഭവം ഇവിടെ ട്രാക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം, ഒരു കമ്മിറ്റ് മെസ്സേജ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫീച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു ഫീച്ചറിൻ്റെ ഒരു 50% കംപ്ലീറ്റ് ആയി. ആ കംപ്ലീറ്റ് ആയിടത്തോളം നമുക്ക് ആ കോഡ് വർക്കിങ്ങും ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇനി നമ്മൾ എഴുതാൻ പോകുന്ന കോഡ് ഇപ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ 50% കംപ്ലീറ്റ് ആയി. ഇനി എഴുതാൻ പോകുന്ന കോഡിൽ ഇൻ കേസ് എറർ വന്നാലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റണ്ടേ ഇപ്പം ഈ 50%-ഓളം വർക്കിംഗ് ആയിട്ടുള്ള കോഡിലേക്ക്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഇൻ കേസ് നമ്മളിനി എഴുതാൻ പോകുന്ന നെക്സ്റ്റ് ലൈൻ ഓഫ് കോഡ് നമ്മുടെ പ്രൊജക്റ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മളൊരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പഴയ വേർഷനിലേക്ക് പോവുക. നമ്മൾ ആ കമ്മിറ്റ് മെസ്സേജിലൂടെയാണ് പഴയ വേർഷൻ ഓഫ് കോഡിലേക്ക് നമ്മൾ റിവേർട്ട് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നമുക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ. അപ്പം ഞാനിവിടെ ക്രിയേറ്റഡ് lesson.py ഫയൽ. ഇനി ഇവിടെ കമ്മിറ്റ് ഫയൽ ടു മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് പുഷ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റബിലേക്ക് നമ്മുടെ കോഡ് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ഗിറ്റബ് സെർവറിലേക്ക് നമ്മുടെ കോഡ് നേരെ പുഷ് ചെയ്യാണ്. സോ നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഗിറ്റബിൻ്റെ ആ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ഇവിടെ വന്നിട്ട് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആ ഒരു lesson.py എന്ന് പറഞ്ഞ ഫയൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡൊന്നുമില്ല, കാരണം നമ്മളിവിടെ കോഡൊന്നും ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ. ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റബിലേക്ക് കോഡ് പുഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കമ്മിറ്റും ബ്രാഞ്ചും വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു കറണ്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ന്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ബ്രാഞ്ചിൻ്റെ പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു പ്രൊജക്റ്റ്, അതായത് ഒരു സ്റ്റുഡൻറ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് അതിലിപ്പോൾ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ബ്രാഞ്ചിൽ ക്രിയേറ്റ് ചെയ്യാം ആ ഒരു ഫീച്ചർ. ഇനി സൈനപ്പ് ആണെങ്കിൽ അത് വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു ബ്രാഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ ഒരു ബ്രാഞ്ചിലാണ് നമ്മളുടെ വർക്കിംഗ് ആയിട്ടുള്ള കോഡെല്ലാം പ്ലേസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ ഒരു lesson.py എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയൽ വർക്കിംഗ് അല്ലേ. ഇപ്പം നമ്മൾ കോഡൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ ഇത് വർക്കിംഗ് ആണ്, കാരണം എറേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എറേഴ്സ് ഒന്നും ഇല്ലാത്ത കോഡാണ് നമ്മൾ മെയിൻ ബ്രാഞ്ചിൽ കീപ്പ് ചെയ്യുക. നമ്മൾ പുതിയ ഫീച്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ബ്രാഞ്ചിലാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫീച്ചറിൽ എന്തെങ്കിലും എറർ വരികയാണ്, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും ചിലപ്പോൾ ബ്രേക്ക് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ വേറൊരു ബ്രാഞ്ച് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്രാഞ്ചിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും എറർ അടിച്ചാലും നമുക്ക് കുഴപ്പമില്ല, കാരണം മെയിൻ ബ്രാഞ്ചിൽ നമ്മുടെ പഴയ വർക്കിംഗ് ആയിട്ടുള്ള കോഡ് ഉണ്ട്. സോ അതാണ് നമ്മുടെ ബ്രാഞ്ചിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. നമുക്കിതൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതിൽ മെയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ബ്രാഞ്ച് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഫീച്ചറിൻ്റെ പേര് കൊടുക്കാം. ഞാനിവിടെ ആഡിങ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ക്രിയേറ്റ് ബ്രാഞ്ച് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ കൊടുക്കാം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആ ഒരു ബ്രാഞ്ച് ആയിരിക്കും നമുക്കിവിടെ സെലക്ട് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്.
ഹലോ വേൾഡ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇനി ഞാനിപ്പോൾ ഇവിടെ ഗിറ്റബിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ചെയ്ത ചേഞ്ച് എനിക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ ആഡഡ് ഹലോ വേൾഡ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാം. ഇതൊരു ചെക്ക് പോയിന്റ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്തതാണ്. ഇനി കമ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, സ്വിച്ച് ചെയ്യാം. നമുക്ക് മെയിൻ ബ്രാഞ്ചിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മെയിൻ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ ആദ്യം empty ഫയലായിരുന്നു. നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ബ്രാഞ്ചിലാണ് നമ്മൾ കോഡ് എഴുതിയത്. സോ ഇതിൽ വീണ്ടും സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഈ ഒരു കോഡ് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ കോഡ് വർക്കിംഗ് ആണ്. നമ്മളിപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് വർക്കിംഗ് ആണ്. കാരണം ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം, പൈത്തൺ lesson.py, നമുക്ക് വർക്കിംഗ് ആണ്. ഓക്കെ, സോ വർക്കിംഗ് ആയിട്ടുള്ള കോഡ് നമുക്ക് എന്ത് ചെയ്യണം, മെയിൻ ബ്രാഞ്ചിക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പബ്ലിഷ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് കോഡ് പുള്ള് ചെയ്തെടുക്കുക, വലിച്ചെടുക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് ഡയറക്റ്റ് കോഡ് മെർജ് ആവും. സോ ഇവിടെ ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ മെർജ് എന്ന് കൊടുക്കുക. ഇതിൽ കൺഫേം ചെയ്യുക. അപ്പോൾ ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആഡിങ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്, ഇതിലത്തെ കോഡ് മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ആവും. സോ നമ്മൾ ഇവിടെ ഗിറ്റബിൽ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു കോഡ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഗിറ്റബിൽ നമ്മൾ മെയിനിലേക്ക് സ്വിച്ച് ചെയ്യാണ്. ഇത് സ്വിച്ച് ചെയ്തു ഞാൻ, എന്നിട്ട് VS കോഡിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും ഇവിടെ ആ ഒരു കോഡ് കാണാനില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെർജ് ചെയ്തത് ഗിറ്റബിന്റെ സെർവറിലേക്കാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് പുള്ള് ചെയ്തെടുത്തിട്ടില്ല. സോ ഇവിടെ ഈ ഒരു പുള്ള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്കും കൂടി ഗിറ്റബ് സെർവറിൽ നിന്ന് പുള്ള് ചെയ്തെടുക്കും. സോ ഇത് കൊടുത്തിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ആ ഒരു കോഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ ബ്രാഞ്ചിന്റെ കൺസെപ്റ്റ്. നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. പക്ഷെ ഇപ്പോൾ ലോഗിൻ്റെ ഒക്കെ ഫീച്ചറാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ കോഡ് വരും. അതെല്ലാം വർക്കിംഗ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ മെയിനിലേക്ക് മെർജ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് കമ്മിറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് പ്രൊജക്റ്റിന്റെ പഴയ വേർഷനിലേക്ക് റിവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പുതിയൊരു ഫംഗ്ഷനാലിറ്റി ക്ലയന്റ് പറയുകയാണ്, എനിക്കൊരു ലോഗിനും സൈനപ്പിൻ്റെയും ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യണം എന്നുള്ളത് പറയാണ്. സോ ഞാനിവിടെ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കണം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ലോഗിൻ ആൻഡ് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ക്രിയേറ്റ് ബ്രാഞ്ച് കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് എൻ്റർ കൊടുത്താലും മതി കേട്ടോ. നമുക്ക് ഒരു ബ്രാഞ്ച് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത് ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പ്രിന്റ് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ലോഗിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് വർക്കിംഗ് ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇത് റൺ ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടോ ലോഗിൻ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ചെക്ക് പോയിന്റ് സേവ് ചെയ്യാം. സോ ഞാനിവിടെ ആഡഡ് ലോഗിൻ ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് കമ്മിറ്റ് ചെയ്യണം. സോ ഇത് ക്ലിക്ക് ചെയ്തു. ഇപ്പം ഈ ഒരു ചേഞ്ച് അവിടെ കമ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്യണ്ടേ, പ്രിന്റ് നമ്മുടെ സൈനപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. സോ ഈ ഒരു കോഡ് നമ്മൾ റണ്ണിങ് ആണോ എന്നുള്ളത് നോക്കുകയാണ്. അതും നമുക്ക് റണ്ണിങ് ആണ്. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും അതിൻ്റെ ഒരു ചെക്ക് പോയിന്റ് അല്ലെങ്കിൽ കമ്മിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ കമ്മിറ്റിന്റെ മെസ്സേജ് കൊടുക്കുകയാണ്, ആഡഡ് സൈനപ്പ് ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് കമ്മിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് വർക്കിംഗ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോഡ് മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ പബ്ലിഷ് ബ്രാഞ്ച് കൊടുക്കുക. പബ്ലിഷ് ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മെർജിങ്ങിൻ്റെ പേജിലേക്കായിരിക്കും വരിക. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്രിയേറ്റ് പുൾ റിക്വസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ മെർജ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൽ ജസ്റ്റ് മെർജ് കൊടുക്കുക.
കൺഫേം മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗിറ്റബിൽ വന്നിട്ട് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലേക്ക് സ്വിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫെച്ച് ഒറിജിൻ കൊടുക്കാം. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റബ് സെർവറിൽ നമ്മൾ ആഡ് ചെയ്ത ചേഞ്ച് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് പുൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇതിൽ പുൾ ഒറിജിൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 2 കോഡും നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ ക്ലയൻറ്റ് പറയാണ് എനിക്ക് ലോഗിൻ്റെ ഫങ്ഷനാലിറ്റി വേണ്ട, അല്ലെങ്കിൽ സൈനപ്പിൻ്റെ ഫങ്ഷനാലിറ്റി വേണ്ട എന്ന് പറയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇതിപ്പോൾ 2-3 ലൈൻ കോഡുള്ളൂ, പക്ഷെ നമുക്ക് ഒരുപാട് കോഡുള്ള കേസിലാണ് ഞാൻ പറയുന്നത്. സോ നമുക്കിവിടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. ഇതിൽ വരിക, നമുക്കിപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞത് ഏതായിരുന്നു, നമുക്ക് സൈനപ്പിൻ്റെ ഫങ്ഷനാലിറ്റി വേണ്ട എന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത്. ഇപ്പോൾ ഇത് ബാക്കിയുള്ള റിക്വസ്റ്റ് നോക്കേണ്ടത് ഞാൻ മുന്നേ ക്രിയേറ്റ് ചെയ്തതാണ് കമ്മിറ്റ് മെസ്സേജ്. സോ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് ആഡഡ് ലോഗിൻ ഫങ്ഷനാലിറ്റിയും ആഡഡ് സൈനപ്പ് ഫങ്ഷനാലിറ്റിയുമാണ്. സോ നമുക്കിതിൽ സൈനപ്പ് വേണ്ട എന്നുള്ളതാണ് ക്ലയൻറ്റ് പറഞ്ഞത്. സോ നമുക്ക് ഈ ഒരു കമ്മിറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റിവേർട്ട് ചേഞ്ചസ് ഇൻ കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈനപ്പിൽ ആഡ് ചെയ്ത കോഡ് ഉണ്ടല്ലോ, അത് നമുക്കിവിടെ കാണാതാവും. അതാണ് റിവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുക. പഴയ വേർഷനിലേക്ക് നമ്മുടെ പ്രൊജക്റ്റ് റിവേർട്ട് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ആ ഒരു ഫീച്ചർ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവം നമുക്ക് മെയിനിലേക്ക് മെർജ് ചെയ്യാം. സോ നമുക്കിവിടെ പുഷ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുഷ് കൊടുത്തു കഴിഞ്ഞാൽ മെയിനിലേക്ക് ആ ഒരു കോഡ് പുഷ് ആവും. ഇങ്ങനെയാണ് നമ്മൾ പുഷും പുള്ളും അതേപോലെ തന്നെ കമ്മിറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വർക്കാവുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ക്ലയൻറ്റ് പറയുകയാണ് എനിക്ക് സൈനപ്പ് ഫങ്ഷനാലിറ്റി വേണമെന്നുള്ളത്, തിരിച്ച് വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റിവേർട്ട് ചെയ്തതിൻ്റെ ഒരു കമ്മിറ്റ് മെസ്സേജ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെയും റിവേർട്ട് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും തിരിച്ച് നമ്മുടെ സൈനപ്പ് ഫങ്ഷനാലിറ്റി നമുക്കിവിടെ കിട്ടും. സോ നമുക്ക് അത്രയും ഈസി ആയിട്ട് തന്നെ വേർഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റബിൽ കമ്മിറ്റ്, മെർജ്, അതേപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ കൺസെപ്റ്റും എല്ലാം വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഗിറ്റബ് എന്ന് പറയുന്നത് വേർഷൻ കൺട്രോൾ ആണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ പഴയ വേർഷൻ ഓഫ് പ്രൊജക്റ്റിലേക്ക് നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഗിറ്റബ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചർ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.